സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Hi, welcome to Dr. Wolf Trolls. നടൻ വിനായകൻ പൊതുശല്യമാണെന്നും സർക്കാർ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരെയുള്ള വിനായകന്റെ അധിക്ഷേപത്തിൽ പൊതുസമൂഹത്തിൽ രൂക്ഷമായ വിമർശനം ഉയരവെയാണ് ഷിയാസിന്റെ ഈ പ്രതികരണം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതിനിടെ മാപ്പുപറച്ചിലും മാധ്യമപ്രവർത്തകരെ അധിക്ഷേപവുമായി വിനായകൻ വീണ്ടും ഫേസ്ബുക്കിലെത്തി. സ്വാഭാവികം. ഒരു പൊതുശല്യമാണ് വിനായകൻ എന്ന് പറയുന്നത്. പൊതുശല്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഒരു നാട്, കേരളം പോലുള്ള ഇത്ര സാംസ്കാരികമായ ഒരു മുന്നോക്കം നിൽക്കുന്ന ഒരു നാട്ടിൽ അദ്ദേഹം ഒരു കലാകാരനാണ്. എല്ലാ കലാകാരന്മാർക്കും ഒരു അപമാനമായി ഈ വൃത്തികെട്ടവൻ മാറുകയാണ്. ലഹരി ഉപയോഗിച്ച പച്ചത്തെറി പറയുന്ന വിനായകൻ പൊതുശല്യമാണെന്നാണ് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ആരോപിച്ചത്. രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കുമെതിരെയാണ് വിനായകന്റെ അസഭ്യവർഷമെന്നും ഇതിൽ പ്രധാനമായും ചികിത്സയാണ് വേണ്ടതെന്നും ഷിയാസ് പറഞ്ഞു. വീട്ടുകാരെന്തായാലും ചികിത്സിക്കുന്നില്ല, സർക്കാർ ചികിത്സിക്കാൻ തയ്യാറാകണം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കറി ബ്ലോക്ക് ആയതാ. ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ചികിത്സയാണ് സർക്കാർ കൊടുക്കുന്നത്? ആ ചികിത്സ വിനായകന് കൊടുക്കണം. ഇതിനിടെ മാപ്പു ചോദിച്ചും മാധ്യമപ്രവർത്തകർക്കെതിരെ അധിക്ഷേപവുമായി വിനായകൻ വീണ്ടും ഫേസ്ബുക്കിലെത്തി. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ വിനായകൻ പുലഭ്യം പറഞ്ഞുവെന്ന വിമർശനത്തിലാണ് മാധ്യമപ്രവർത്തകയെ പേരെടുത്ത് അധിക്ഷേപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. പുലഭ്യം എന്ന വാക്കിന്റെ പ്രയോഗം ചോദ്യം ചെയ്തുള്ള അധിക്ഷേപത്തിന് മുന്നോടിയായുള്ള പോസ്റ്റിലാണ് വിനായകൻ മാപ്പ് ചോദിച്ചത്. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. ഇതിനിടെ യേശുദാസിനെതിരായ വിനായകന്റെ അധിക്ഷേപത്തെ വിമർശിച്ച ഗായകൻ ജി വേണുഗോപാൽ വിനായകൻ ലഹരിക്ക് അടിമയാണെന്ന് പറയാതെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. യേശുദാസിനെതിരായ മോശം പരാമർശത്തിൽ വിനായകനെതിരെ നടപടി വേണമെന്ന് ഫെഫ്കയും ആവശ്യപ്പെട്ടു. പറ്റിയ പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.